സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുന്നൂറിൽ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുനാഫിഖുകളുടെയും ബന്ധപ്പെട്ടവരുടെയും ദുരാരോപണവുമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചത്. ഖേദകരമായ ആ ഒരു സംഭവം നടന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇനി അങ്ങോട്ടുള്ള നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന ആയത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആ സന്ദർഭം, ഈ ആയത്ത് അവതരിക്കുന്നത് വരേക്കുണ്ടായ സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവണം. അതുണ്ടാവൽ നിർബന്ധമാണ്. എങ്കിലേ ഇനി നമുക്ക് വിവരിക്കുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമൊക്കെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. അള്ളാഹു എന്താണ് ആ ഒരു സാഹചര്യത്തിൽ അവതരിപ്പിച്ചത്? ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ, ജാഊ, അവർ വന്നു, ബിൽ ഇഫ്കി, കള്ളവാർത്തയുമായി വന്നവർ, കള്ളവാർത്തയും കൊണ്ടുവന്നവർ. എന്താണ് കള്ളവാർത്ത? ആയിഷ റളിയല്ലാഹു തആല അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കിയ ദുരാരോപണം. അതിന് അൽ ഇഫ്ക് എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. സത്യവുമായി അല്പം പോലും ബന്ധമില്ലാത്ത പച്ചക്കള്ളം, കള്ളവാർത്ത കൊണ്ടുവന്നയാളുകൾ. ഉസ്ബത്തും മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടരാണ്. ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘം, ഒരു കൂട്ടം ആളുകൾ. ഉസ്ബത്ത് ആണിവിടെ ഉദ്ദേശം. ഒരു കൂട്ടരാണ്. മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള. അഥവാ മുസ്ലിമായി അഭിനയിച്ചിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവാണ്. വ്യക്തമായി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ചില സൂചനകളൊക്കെ പറഞ്ഞുകൊണ്ട് നാടൊട്ടാകെ അതിനുള്ള തിരികൊളുത്തിയതിന് തുടക്കം കുറിച്ചത്. അതേ അവസരത്തിൽ അവൻ്റെ ആ ദുഷ്പ്രചരണത്തിൽ അറിയാതെ അബദ്ധവശാൽ ചില സഹാബിമാരും വീണുപോവുകയുണ്ടായി. അവരെ കൂടി ഇതിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹദിയായ ഉമ്മു മിസ്തഹ് കഴിഞ്ഞ ഇതിൻ്റെ അവതരണ പശ്ചാത്തലം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു പരിചാരികയായിട്ട് ഉണ്ടായിരുന്ന ഉമ്മു മിസ്തഹ്, മിസ്തഹിൻ്റെ ഉമ്മ, ഇതിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഈ പ്രചാരവേലയിൽ പെട്ടുപോയയാളാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രസിദ്ധരായ കവികളിൽപ്പെട്ട സുപ്രസിദ്ധ കവിയായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഈ പ്രചരണത്തിൽ അറിയാതെ കുടുങ്ങിപ്പോയ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ സൈനബ ബിൻത്ത് ജഹ്ഷിന്റെ സഹോദരി ഹംന ബിൻത്ത് ജഹ്ഷ്, അവരും ഈ പ്രചരണത്തിൽ കുടുങ്ങിപ്പോയവരാണ്. ഇങ്ങനെ 2-3 ആളുകൾ മുനാഫിഖിന്റെ നേതാവിൻ്റെ പ്രചരണത്തിൽ കുടുങ്ങിയവരുണ്ട്. അപ്പൊ ഇവിടെ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഈ കള്ളവാർത്തയും കൊണ്ടുവന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടം ആളുകളാണ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു വാർത്ത പ്രചരിപ്പിച്ചതിലൂടെ അവർ ഇസ്ലാമെന്ന് പുറത്തൊന്നും പോയിട്ടില്ല. കാരണം അവർ അറിഞ്ഞുകൊണ്ടത് പ്രചരിപ്പിച്ചവരല്ല. മുനാഫിഖ് നേതാവിൻ്റെ വിഷയം വേറെയാണ്. കാരണം അവൻ കുടിപ്പകയും വിദ്വേഷവും ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള ഏറ്റവും വലിയ പകയുമൊക്കെയായിട്ട് നേരത്തെ തന്നെ നടന്നു എന്ന് മാത്രമല്ല, അവൻ്റെ കുടിപ്പകയും വിദ്വേഷവുമൊക്കെ അത് വർദ്ധിച്ചതേയുള്ളൂ. മാത്രമല്ല, അവൻ മുനാഫിഖായി ആ നിലക്ക് തന്നെയാണ് അവൻ മരണപ്പെട്ടതും. അതേ അവസരത്തിൽ ഈ കുടുങ്ങിപ്പോയ ഈ 3 പേർ അവരൊക്കെ അബദ്ധവശാൽ പെട്ടുപോയവരാണ്.
പിന്നീട് വളരെ ഖേദം പ്രകടിപ്പിച്ചവരാണ്. പ്രത്യേകിച്ച് ഹസ്സാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ഒരു സംഭവം ഉണ്ടായതിൽ വളരെയേറെ ഖേദം തോന്നുകയും അദ്ദേഹത്തിന് വല്ലാത്ത മാനസികമായ വേദന ഉണ്ടായിത്തീരുകയും മാത്രമല്ല, അദ്ദേഹം ഒരു കവിയായിരുന്നല്ലോ. മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിശുദ്ധിയും അവരുടെ പവിത്രതയുമൊക്കെ കൃത്യമായി തന്നെ ലോകത്തെ അറിയിക്കുന്ന നിലക്ക് അദ്ദേഹം കവിത പോലും രചിച്ചുകൊണ്ട് തൻ്റെതായ കുറ്റബോധവും ഖേദപ്രകടനവും നടത്തുകയുണ്ടായി. അതുപോലെ ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, അവർക്കും കുറ്റബോധം തോന്നിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശേഷം നമുക്ക് പറയുവാനുണ്ട്. എന്തായാലും ഇവരെയൊക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രയോഗമാണ് ഉസ്ബത്തും മിൻകും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടരാണ് ഈ കള്ളവാർത്തയും കൊണ്ടുവന്നത്. എന്നിട്ട് പറയാണ്, ലാ തഹ്സബൂഹു, നിങ്ങളതിനെ കരുതേണ്ട, നിങ്ങളതിനെ കണക്കാക്കേണ്ടതില്ല. ഹസിബ യഹ്സബു, കണക്കാക്കുക, കരുതി, വിചാരിച്ചു എന്നൊക്കെ അർത്ഥം. ലാ തഹ്സബൂഹു, നിങ്ങൾ അതിനെ കണക്കാക്കേണ്ടതില്ല. ശർറല്ലക്കും, നിങ്ങൾക്കതൊരു ഷർറാണെന്ന് നിങ്ങൾ കണക്കാക്കണ്ട. ഇങ്ങനെയൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് ഷർറല്ല. ബൽ, പക്ഷേ പിന്നെയോ, ഹുവാ, അത് ഖൈറുല്ലക്കും, നിങ്ങൾക്ക് നന്മയാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു പ്രചരണത്തിലൂടെ ഒരുപാട് നന്മ വേറുണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വിശ്വാസികളിലൊക്കെ മനോവേദന അനുഭവിച്ചെങ്കിലും പര്യവസാനം അതുകൊണ്ടൊക്കെ ഖൈറാ ഉണ്ടായത്. ലികുല്ലി ഇംറിഇം മിൻഹും, അവരിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കുമുണ്ട്. ഇംറ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ലികുല്ലി ഇംറിഇം മിൻഹും, അവരിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തർക്കുമുണ്ട്. മക്തസബ മിനൽ ഇസ്മി, കുറ്റത്തിൽ നിന്ന് അവരെത്രയാണോ സമ്പാദിച്ചത് അത് ഓരോരുത്തർക്കും കിട്ടും. മക്തസബ എന്ന് പറഞ്ഞാൽ നേടിയത്, സമ്പാദിച്ചത്. മിനൽ ഇസ്മി, കുറ്റത്തിൽ നിന്ന്. എന്നാൽ വല്ലദീ തവല്ലാ കിബ്റഹു, അതിൻ്റെ ഏറ്റവും വലിയ പാർട്ട് ഏറ്റെടുത്തവൻ. വല്ലദീ തവല്ലാ കിബ്റഹു, അതിൻ്റെ മൂപ്പോഹരി, അതിൻ്റെ വലിയ ഓഹരി ഏറ്റെടുത്തവൻ. മിൻഹും, അവരിൽ നിന്ന്. അതാരാ? മുനാഫിഖിന്റെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അവരിൽ നിന്ന് അതിൻ്റെ മൂപ്പോഹരി, അതിൻ്റെ വലിയ ഭാഗം, സിംഹഭാഗവും ഏറ്റെടുത്തവൻ. ലഹു, അവനുണ്ട് അദാബുൻ അളീം, അവന് വമ്പിച്ച ശിക്ഷയുണ്ട്. പരലോകത്ത് അവന് വമ്പിച്ച ശിക്ഷയുണ്ട്. നേരത്തെ പറഞ്ഞ മൂന്നാളുകളുടെ കാര്യം അത് പറഞ്ഞിട്ടില്ല. കാരണം അവരൊക്കെ അറിയാതെ പെട്ടുപോയവരാണ്, മനസ്താപത്തോടുകൂടി പശ്ചാത്തപിച്ചവരാണ്, ഖേദിച്ച് മടങ്ങിയവരാണ്. ശേഷമുള്ള ജീവിതത്തിൽ വളരെ കൃത്യമായ വിശുദ്ധ ജീവിതം നയിച്ച് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും സഹായികളായി വർത്തിച്ച് മരണപ്പെട്ടു പോയവരാണ്. അവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല. അതേ അവസരത്തിൽ മുനാഫിഖിന്റെ നേതാവ്, അവൻ അതിൻ്റെ മുമ്പും അന്നും ശേഷവുമൊക്കെ അവൻ്റെതായ വൃത്തികെട്ട മനസ്സിന്റെ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ശത്രുതയോടുകൂടി തന്നെ എല്ലാവിധ ഫിത്നകൾക്കും അവൻ ഉള്ളിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവനാണ്. അതുകൊണ്ട് അതിൽ സിംഹഭാഗവും ഏറ്റെടുത്ത് അതിന് തുടക്കം കുറിച്ച അവന് പരലോകത്ത് വമ്പിച്ച ശിക്ഷയാണ് ഉണ്ടാവുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും മുനാഫിഖുകൾ അവർ നരകത്തിന്റെ അങ്ങേ തട്ടിലാണ്, അടിയിലെ തട്ടിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്.